വിശുദ്ധ റജബ് മാസം ഏതൊക്കെ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കാം, എങ്ങനെ നിയത്ത് കരുതണം, നോമ്പ് ഖളാ ഉള്ളവർ എന്ത് ചെയ്യണം? അഫ്ളലു ശുഹരി ലഹു ബഅദ റമദാന അൽ മുഹറം സുമ്മ റജബ്. അതായത് വിശുദ്ധ റമദാനിന് ശേഷം നോമ്പനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം അത് മുഹറം മാസമാണ്. അത് കഴിഞ്ഞാൽ റജബ് മാസമാണ്. അപ്പോൾ ജനറലി റജബ് മാസം നോമ്പനുഷ്ഠിക്കാൻ ഏറെ പുണ്യമുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് പറ്റുമെങ്കിൽ റജബ് മാസം മൊത്തം നോമ്പനുഷ്ഠിക്കാം. അപ്പോൾ നാളത്തെ റജബിലെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ ഓരോ ദിവസവും നിയത്ത് കരുതാം. അതല്ല എങ്കിൽ നോമ്പ് പ്രത്യേകമാക്കപ്പെട്ട ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതുപോലെ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ, അറബി മാസം 13, 14, 15 തുടങ്ങിയ ദിനങ്ങൾ. വിശുദ്ധ റജബിലാണെങ്കിൽ റജബ് 27 മീറാജിന് ദിനം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതുപോലെ അയ്യാമു സൂദിന്റെ ദിനങ്ങൾ, അതായത് അറബി മാസം 28 തുടർന്നുള്ള ദിനങ്ങൾക്കാണ് അയ്യാമു സൂദിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിയത്ത് കരുതുമ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതുക. ഓരോന്നിനും അങ്ങനെ പ്രത്യേകം നിയത്ത് കരുതാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, നോമ്പ് ഖളാ ഉള്ളവരാണെങ്കിൽ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യാം. അതോടൊപ്പം ഒരു സുന്നത്തെ ആയ നോമ്പിനെ കൂടി കരുതാം. അങ്ങനെയാവുമ്പോൾ റമദാൻ മാസം ഖളാ ആയ ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതിയിട്ട് നോമ്പനുഷ്ഠിക്കുക. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക.